ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയും ഉയർത്തി അകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി തിരിച്ചടിക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. സഭയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രമേയത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചും നടത്തും. ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഒരുപാട് വിഷയങ്ങളുണ്ട് സഭയിൽ പരസ്പരം ഉന്നയിക്കാൻ. ഇതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണോ പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുക? പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, പുതിയ വിവരങ്ങളൊക്കെ UDF കൂടി വെട്ടിലാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനാവുക? ശബരിമല സ്വർണ്ണക്കൊള്ള UDF പ്രധാനപ്പെട്ട ആയുധമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം UDF ഭാഗത്തുണ്ടാകും. ഇന്ന് രാവിലെ 8 മണിക്ക് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടിയാണ് എന്ത് വിഷയങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് ഉന്നയിക്കണമെന്ന് തീരുമാനിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്താനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ അവതരണാനുമതി നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് നോട്ടീസ് പോലും അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം നിലവിൽ അത് കോടതിയുടെ പരിധിയിൽ വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് നേരത്തെ അടിയന്തര പ്രമേയമായി ശബരിമല സ്വർണ്ണക്കൊള്ള വന്നതാണ്. ആ കാര്യം ചൂണ്ടിക്കാണിച്ച് ആ നോട്ടീസ് അംഗീകരിക്കാത്ത സാഹചര്യം വരും. ഒരുപക്ഷെ അത് വലിയ പ്രതിഷേധത്തിന് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാവിലെയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഇന്ന് നന്ദി പ്രമേയം അത് LDF കൺവീനർ കൂടെ TP രാമകൃഷ്ണനാണ് സഭയിൽ അവതരിപ്പിക്കുക. ആ നന്ദി പ്രമേയത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോവുക. അതിനൊപ്പം തന്നെ ഇന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ല്, അതിനെതിരെയുള്ള വിയോജിപ്പ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി CK ഹരീന്ദ്രൻ MLA സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. മന്ത്രി MB രാജേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കലാണ്. അതിന് മന്ത്രി MB രാജേഷാണ് മറുപടി പറയുക. ഏതായാലും നിയമസഭയ്ക്ക് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടാണ്. അത് കൃത്യമായ തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യം, അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. സംസ്ഥാന കമ്മിറ്റിയുടെ സമരമാണ്. ആ സമരവും വലിയ പ്രതിഷേധമായി മാറും. ഏതാണ്ട് 12 മണിയോടെയാണ് നിയമസഭയ്ക്ക് മുന്നിലേക്ക് ആ പ്രതിഷേധ മാർച്ച് എത്തുക. അതേസമയം തന്നെ സഭയ്ക്കകത്ത് പ്രതിപക്ഷങ്ങൾ ശക്തമായ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഒരു വലിയ പ്രതിഷേധത്തിന് സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.